പഠിക്കാൻ പോകുന്നത് 6/1/2018 നടത്തിയ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് വേരിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 3/2018. ഒന്നാമത്തെ ചോദ്യം, ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈ. രണ്ടാമത്തെ ചോദ്യം, പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം ഏതാണ്? മാഹി. മൂന്നാമത്തെ ചോദ്യം, ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? ബ്രഹ്മപുത്ര. നാലാമത്തെ ചോദ്യം, ഭാരതത്തിന്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം. ഭാരതത്തിന്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം എപ്പോഴാണ്? 2008 നവംബറിലാണ് ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്. ആറാമത്തെ ചോദ്യം, ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? നർമ്മദ. ഏഴാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. എട്ടാമത്തെ ചോദ്യം, മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിന്റെ ഉൽപാദനത്തിന് പ്രസിദ്ധം? മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിന്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധം? വജ്രത്തിന്റെ ഉൽപാദനത്തിനാണ്. ഒമ്പതാമത്തെ ചോദ്യം, ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം. ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം ഏതാണ്? രാസവള വ്യവസായം. ഏതാണ്? രാസവള വ്യവസായം. പത്താമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. 11ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? മുംബൈ സമ്മേളനമാണ്. 12ാമത്തെ ചോദ്യം, അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെ? അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെയാണ്? ധാക്കയിലാണ് രൂപീകരിച്ചത്. 13ാമത്തെ ചോദ്യം, ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ ആരാണ്? ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ. 14ാമത്തെ ചോദ്യം, ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം. ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? കേസരി. 15ാമത്തെ ചോദ്യം, ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ലാലാ ഹർദയാലിന്റെ നേതൃത്വത്തിലാണ്. ലാലാ ഹർദയാൽ. 16ാമത്തെ ചോദ്യം, 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു? ആരായിരുന്നു? VK കൃഷ്ണമേനോൻ. 1961 ഗോവ സൈനിക നീക്കത്തിലൂടെ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആരാണ്? VK കൃഷ്ണമേനോൻ. 17ാമത്തെ ചോദ്യം, ദുർഗേശ് നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? ദുർഗേശ് നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. 18ാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 1956-നാണ്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം. ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം ഏതാണ്? നോയിഡ. അടുത്ത ചോദ്യം, രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ്? വ്യവസായം. ഏതാണ്? വ്യവസായം. 21ാം ചോദ്യം, മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ്? K ജയകുമാർ ആണ്. ആരാണ്? K ജയകുമാർ. 22ാമത്തെ ചോദ്യം, വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട പ്രസിദ്ധമായ സ്ഥലം. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? മണ്ണടി. 23ാമത്തെ ചോദ്യം, സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എപ്പോഴാണ്? 1984.
24ാമത്തെ ചോദ്യം പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? വയനാടാണ്. 25ാമത്തെ ചോദ്യം ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. ചെന്തുരുണി വന്യജീവി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ്. 26ാമത്തെ ചോദ്യം മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുറ്റ്യാടിയാണ്. 27ാമത്തെ ചോദ്യം തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. 28ാമത്തെ ചോദ്യം ക്യാൻസൽ ആണ്. 29ാമത്തെ ചോദ്യം സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികള്. സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. 30ാമത്തെ ചോദ്യം മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാന്. മിശ്രഭോജനം നടത്തുന്നതിന് നേതൃത്വം നൽകിയ മഹാൻ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. 31ാമത്തെ ചോദ്യം ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക്. കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏതാണ്? കുന്നത്തൂർ താലൂക്കാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ്. അടുത്ത ചോദ്യം VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ്? നമ്പൂതിരി സമുദായമാണ്. 35ാമത്തെ ചോദ്യം ഗാന്ധിജി വൈക്കത്തെത്തിയ വർഷം. ഗാന്ധിജി വൈക്കത്തെത്തിയ വർഷം എപ്പോഴാണ്? 1925 ഗാന്ധിജി വൈക്കത്തെത്തിയത്. 36ാമത്തെ ചോദ്യം കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ്. ആരാണ്? കെ കേളപ്പൻ. 37ാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാൻ ആരാണ്? മന്നത്ത് പത്മനാഭൻ. ആരാണ് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്? മന്നത്ത് പത്മനാഭൻ. 38ാമത്തെ ചോദ്യം ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? KP കേശവ മേനോന്റെ നേതൃത്വത്തിലാണ്. ആരുടെ നേതൃത്വത്തിലാണ്? KP കേശവ മേനോന്റെ നേതൃത്വത്തിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. 40ാമത്തെ ചോദ്യം അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെങ്ങാനൂരാണ്. എവിടെയാണ് അയ്യങ്കാളി സ്മാരകം? വെങ്ങാനൂര്. 41ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്ന്. ഇന്ത്യയിലെ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എപ്പോഴാണ്? 2002 ജനുവരി 26. ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26. 42ാമത്തെ ചോദ്യം കണക്റ്റിംഗ് ഇന്ത്യ താഴെ പറയുന്നവയിൽ ഏതിന്റെ മുദ്രാവാക്യമാണ്? കണക്റ്റിംഗ് ഇന്ത്യ ഏതിന്റെ മുദ്രാവാക്യമാണ്? BSNLന്റെ മുദ്രാവാക്യമാണ് കണക്റ്റിംഗ് ഇന്ത്യ. 43ാമത്തെ ചോദ്യം ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏത്? മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? ഭാഗം 3. 45ാമത്തെ ചോദ്യം മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. ഏതാണ്? 42ാം ഭേദഗതി.
ഇന്ത്യയിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. ആരാണ്? രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. 49ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ലോകസഭാ അംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ഇന്ത്യയിൽ ലോകസഭാ അംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. എത്രയാണ്? 25. 50ാമത്തെ ചോദ്യം, ഏതു ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്? ഏതു ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്? ബംഗാളി ഭാഷയിൽ. 51ാമത്തെ ചോദ്യം, ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? GSAT-9 ആണ്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? GSAT-9. 52ാമത്തെ ചോദ്യം, 2015-16 വർഷത്തെ അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. 2015-16 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത് ഏതായിരുന്നു? ഇത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് പ്രകാരം കൊല്ലമാണ്. നിലവിൽ 2021-22 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത് 2 എണ്ണമാണ്. ഒന്ന് കണ്ണൂരും പിന്നൊന്ന് കൊല്ലവും. 2 ജില്ലകളുണ്ട്, കൊല്ലവും കണ്ണൂരും. 1ാം സ്ഥാനം കിട്ടിയ 2 ജില്ലകളാണ് കൊല്ലം, കണ്ണൂര്. സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആരാണ്? സംസ്ഥാനത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആരാണ്? VS അച്യുതാനന്ദൻ. ആരാണ്? VS അച്യുതാനന്ദൻ. 55ാമത്തെ ചോദ്യം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ജോർജ് കുര്യനാണ്. ആരാണ്? ജോർജ് കുര്യൻ. 56ാമത്തെ ചോദ്യം, അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. 2017 പ്രഥമ ONB കിട്ടിയത് ആർക്കാണ്? ONB പുരസ്കാര ജേതാവ് 2017 സുഗതകുമാരിയാണ്. നിലവിലെ 2023 ONB പുരസ്കാരം ആർക്കാ കിട്ടിയത്? C രാധാകൃഷ്ണനാണ് കേട്ടോ. 2023 ONB പുരസ്കാര ജേതാവ് ആരാണ്? C രാധാകൃഷ്ണനാണ്. 57ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. നിലവിലെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ആണ്. ആരാണ്? രഞ്ജിത്ത്. 58ാമത്തെ ചോദ്യം, താഴെ പറയുന്നവര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? നിലവിലെ ഇപ്പോഴത്തെ RBI ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. ആരാണ്? ശക്തികാന്ത ദാസ് ആണ് RBIയുടെ ഗവർണർ. 59ാമത്തെ ചോദ്യം, സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആർദ്രം അല്ലെ? ആർദ്രം പദ്ധതി. ഇത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. 61ാമത്തെ ചോദ്യം, സസ്യങ്ങളിലെ ശ്വസനവാതകം ഏതാണ്? O2. ഏതാണ് സസ്യങ്ങളിലെ ശ്വസനവാതകം ഏതാണ്? O2, ഓക്സിജൻ. 62ാമത്തെ ചോദ്യം, ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യം. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യം ഏതാണ്? മോണോട്രോപ്പ. 63ാമത്തെ ചോദ്യം, സങ്കരീനം വെണ്ട ഏതാണ്? സൽകീർത്തിയാണ്. സങ്കരീനം വെണ്ട ഏതാണ്? സൽകീർത്തിയാണ്. 64ാമത്തെ ചോദ്യം, റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം.
മുതിരയാണ് കേട്ടോ. റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യയിനം താഴെ തന്നിൽ ഏതാണ്? മുതിരയാണ്. 65ാമത്തെ ചോദ്യം, വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. ഏതാണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിന്? വിറ്റാമിൻ സി ആണ്. 66ാമത്തെ ചോദ്യം, സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി? കായിക പ്രജനനം. ഏതാണ്? കായിക പ്രജനനം. 67ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവമാണ്? വൃക്ക. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏതാണ്? വൃക്ക. 68ാമത്തെ ചോദ്യം, ദഹന വ്യവസ്ഥയുടെ ഏതു ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിന്റെ ദഹന പ്രക്രിയ പൂർത്തിയാക്കുന്നത്? ചെറുകുടലിൽ വെച്ച്. ദഹനം പൂർത്തിയാക്കുന്ന എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ച്. 69ാമത്തെ ചോദ്യം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. 70ാമത്തെ ചോദ്യം, ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം? ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? സോഡിയം. 71ാമത്തെ ചോദ്യം, മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡൊബറൈനർ ആണ്. ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡൊബറൈനർ ആണ്. 72ാമത്തെ ചോദ്യം, ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ യൂണിറ്റ്. 73ാമത്തെ ചോദ്യം, ഇരുമ്പിന്റെ അയിരേത്? ഇരുമ്പിന്റെ അയിരേതാണ്? ഹേമറ്റൈറ്റ് ആണ്. 74ാമത്തെ ചോദ്യം, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. 75ാമത്തെ ചോദ്യം, ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? പ്രോട്ടോൺ ആണ്. 76ാമത്തെ ചോദ്യം, ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോസഫ് പ്രീസ്ലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. 77ാമത്തെ ചോദ്യം, പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏത്? പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏതാണ്? മഞ്ഞ. 78ാമത്തെ ചോദ്യം, സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗം? സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗം എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. 79ാമത്തെ ചോദ്യം, ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിന്റെ അളവാണ്? ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിന്റെ അളവാണ് താപം. 80ാമത്തെ ചോദ്യം, രാസോർജം വൈദ്യുതോർജ്ജമാക്കുന്ന ഒരു ഉപകരണം ഏതാണ്? രാസോർജം വൈദ്യുതോർജ്ജമാക്കുന്ന ഒരു ഉപകരണം ഏതാണ്? ബാറ്ററി. എല്ലാവർക്കും എന്റെ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.